ആൻഡ് വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ദിവസം കേട്ടോ. ഒരു ദിവസത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, പലരും പല കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് അറിയാം. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും സംസാരിക്കാൻ ആവശ്യം വരുന്ന കുറെ സെന്റൻസുകളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് നാളെ നമ്മുടെ ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ എവിടെ ആയിക്കോട്ടെ നമുക്ക് നാളെ നേരത്തെ പോണം. ഓക്കെ, അപ്പൊ നമ്മള് തലേ ദിവസം രാത്രി കിടന്നുറങ്ങാൻ പോവാ. അപ്പൊ നമ്മൾ പറയാണ്, നാളെ എനിക്ക് നേരത്തെ പോകണം, എന്നെ നേരത്തെ വിളിക്കണം കേട്ടോ എന്ന് പറയില്ലേ? എങ്ങനെയാ? വളരെ ഈസിയാണ്. നാളെ എനിക്ക് നേരത്തെ പോകണം. ഓരോ വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? കൽ മുझे ജൽദി ജാനാ ഹെ, പോകണം. കൽ മുझे ജൽദി ജാനാ ഹെ. എന്നെ നേരത്തെ വിളിക്കണം. എങ്ങനെയാ? മുझे ജൽദി ജഗാനാ ഹെ, എന്നെ നേരത്തെ വിളിക്കണം. കൽ മുझे ജൽദി ജാനാ ഹെ, മുझे ജൽദി ജഗാനാ, നേരത്തെ വിളിക്കണം. അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ചിലപ്പോ അലാമൊക്കെ വെച്ചിട്ടുണ്ടാവും, എഴുന്നേക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ പറയുന്നത് അരേ ദേർ ഹോഗി എന്നാണ് നമ്മൾ കുറെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നേരം വൈകി. അപ്പൊ അരേന്നൊക്കെ പറയുന്നത് നോർമലി കോമൺ ടോക്കിൽ വരുന്നാട്ടാ. അരേ ദേർ ഹോഗി എന്നുള്ളതൊക്കെ കേട്ടോ. അയ്യോ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ നേരെ വൈകി എന്ന് പറയാം ദേർ ഹോഗി. ഓക്കെ, അപ്പൊ നമ്മള് നേരെ വൈകി എഴുന്നേൽക്കുമ്പോ എന്താ പറയാ? വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. അപ്പൊ വൈഫിനോടോ അമ്മയോടോ ഒക്കെ പറയല്ലേ, വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജൽദി നാശ്ത ബനാവോ. മനസ്സിലായോ? അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ ഹിന്ദിയിൽ പറയുന്ന ഒരു വാക്കാണ്, വേർഡാണ് നാശ്ത. നാസ്ത എന്നും പറയും, നാഷ്ട എന്നും പറയും, പലരും പല രീതിയിൽ പറയും കേട്ടോ. നാശ താന്നാണ് അതിന്റെ ഒരു സ്പെല്ലിംഗ് വരുന്നത്, നാശ്ത. ഓക്കെ, ജൽദി നാശ്ത ബനാവോ അല്ലെങ്കിൽ ബനാദോ. ഇനി കുറച്ചുകൂടി റെസ്പെക്ട് ആണെങ്കിൽ ബനാ ദീജിയെ എന്ന്, അങ്ങനെ നമ്മൾ പറയില്ല അല്ലെ? വേഗം ഉണ്ടാക്കൂ എന്നല്ലേ പറയുള്ളൂ. ജൽദി ബനാവോ അല്ലെങ്കിൽ ജൽദി ബനാദോ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചോദിക്കും അല്ലെ? ഇന്ന് എന്താ കഴിക്കുക? ആജ് ഖാനമേ ക്യാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിക്കാൻ എന്താണെന്നാണ്. ആജ് ഖാനമേ ക്യാ ഹെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുണ്ടെങ്കിൽ നാസ്തേമേ ക്യാ ഹെ. മനസ്സിലായോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? ആജ് നാസ്തേമേ ക്യാ ഹെ. ഓക്കെ, ഇനിയിപ്പോ നേരമില്ലാത്തൊരു സമയത്താണെങ്കിൽ പറയാണ്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരമില്ല, സമയമില്ല എന്ന് പറയില്ലേ? ഞാൻ പോവാ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. എങ്ങനെ പറയാം? മുझे നാസ്ത കർനെ കെ ലിയേ. മുझे നാസ്ത കർന എന്നാട്ടോ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. കർന എന്നവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ, നാസ്ത കർന. അപ്പൊ മുझे നാസ്ത കർനെ കെ ലിയേ സമയം നെയ്യേ, മേ ജാറാവും, ഞാൻ പോവുകയാണ്. മേ ജാറാവും, സ്ത്രീ ആണെങ്കിൽ ജാറയും കേട്ടോ. ജാ രഹാഹും ജാ രഹീഹുന്റെ ഷോർട്ട് അങ്ങനെ കേൾക്കുള്ളൂ. ജാറാവും, ജാറയും, മേ ജാറയും. മനസ്സിലാവുന്നുണ്ടോ? മുझे നാശ്ത കർനെ കെ ലിയേ സമയം നെയ്യേ, മേ ജാറാവും. അപ്പൊ ഇപ്പൊ അമ്മയായാലും വൈഫൊക്കെ ആയാലും പറയല്ലേ, കഴിച്ചിട്ട് പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോ. ഖാന കാക്കേ ജാവോ. മനസ്സിലാവുന്നുണ്ടോ? കാക്കർ എന്നുള്ളതാണ്, പക്ഷെ സംസാരത്തില് ഖാന കാക്കേ ജാവോ അല്ലെങ്കിൽ കാക്കേ ജാവോ. അതുമല്ല, വളരെ ഷോർട്ട് ആയിട്ടാണെങ്കിൽ കാക്കേ ജാ എന്നും പറയും കേട്ടോ. ഓക്കെ, അത് വളരെ എന്താ പറയാ, തീരെ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, ഖാന കാക്കർ ജാവോ എന്നും പറയാം അല്ലെ? ശരി. അതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ ഇപ്പൊ മക്കളൊക്കെ ഉണ്ട്, അവർ കിടന്നുറങ്ങുന്നു, അവരെ വിളിച്ചെഴുന്നേപ്പിച്ച് സ്കൂളിലേക്ക് വിടേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, വളരെ കുട്ടി സെന്റൻസുകളാണ്. നിങ്ങൾക്ക് ഡെയിലി വീട്ടിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സെന്റൻസുകൾ കൂടിയാട്ടോ. ഓക്കെ, ഇപ്പൊ മക്കളെ നമ്മൾ വിളിക്കുകയാണ്, വേഗം എഴുന്നേക്ക്, സ്കൂളിൽ പോവാൻ സമയം കഴിഞ്ഞു നമ്മൾ പറയില്ലേ? വേഗം എഴുന്നേൽക്കൂ. ജൽദി ഉഠോ. ജൽദി ഉഠോ. ഉട്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാട്ടോ അർത്ഥം. ഓക്കെ, ജൽദി ഉഠോ, വേഗം എഴുന്നേൽക്കൂ. സ്കൂൾ ജാനേക്ക സമയം ഹോ ഗയാ. സ്കൂളിൽ പോകാനുള്ള സമയം കഴിഞ്ഞു. സ്കൂൾ ജാനേക്ക സമയം ഹോ ഗയാ എന്ന് പറയുന്നത് കേട്ടോ. ഇനി മക്കൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയാ? ജൽദി ബ്രഷ് കരോ. ജൽദി ബ്രഷ് കരോ. ഓ സൗണ്ട് ആണ്. ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലയോ? ഓ സൗണ്ട്സ്. കരോ എന്ന് പറഞ്ഞാൽ ചെയ്യൂ. ബ്രഷ് കരോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ജൽദി ബ്രഷ് കരോ, വേഗം ബ്രഷ് ചെയ്യൂ. അതുപോലെ തന്നെ ജൽദി വാഷ്റൂം ജാവോ, വാഷ്റൂമിൽ പോകൂ. പിന്നെ നഹാലോ, കുളിക്കൂ. നഹാലോ കേട്ടോ. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. നഹാലോ, നഹാവോ എന്നൊക്കെ പറയാം കേട്ടോ. ശരി, കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, യൂണിഫോം ഇടൂ അല്ലെങ്കിൽ യൂണിഫോം ധരിക്കൂ എന്നെങ്ങനെയാ പറയാം? യൂണിഫോം പെഹൻലോ അല്ലെങ്കിൽ
പെഹനോ എന്നാട്ടോ പറയാം. പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക. ഇപ്പൊ ഷൂ ആയാലും ഷൂ പെഹൻലോ എന്നാ പറയാ കേട്ടോ. ഷൂ പെഹൻലോ അല്ലെങ്കിൽ ഷൂ പെഹനോ എന്നാ പറയുന്നത്. ഇനി ടൈ കെട്ടുന്നതിനെ പറയുന്നത് ടൈ ബാന്തോ, ബാന്തിന എന്നാട്ടോ പറയാ, കെട്ടുക. ഓക്കെ, ബാന്തിന. ഇപ്പൊ എന്ത് സാധനം കെട്ടുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ബാന്തിന എന്നാ. ടീക്സെ ബാന്തോ, ശരിക്കും കെട്ടു എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ ബാന്തിന, ടൈ ബാന്തോ. പിന്നെന്താ പറയാ, മുടി ചെയ്യുക അല്ലെ, ബാൽ ബനാവോ അല്ലെങ്കിൽ ബനാദോ കേട്ടോ. ബാൽ ബനാദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ചീകൂ എന്നുള്ള അർത്ഥത്തില കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ മുടി ചീകണ ചീപ്പിനെ പറയുന്നത് കങ്കി എന്നാണ്, കങ്കി. ഓക്കെ, ശരി. ഇനി എന്താണ്, ഭക്ഷണം കഴിക്കാൻ വിളിക്കും അല്ലെ, ഖാന കാവോ, ജൽദി കാവോ. ജൽദി കാവോ എന്നും പറയാം, അല്ലെങ്കിൽ ധീരെ കാവോ എന്നും പറയാം. ധീരെ കാവോ എന്ന് പറഞ്ഞാൽ പയ്യെ കഴിക്കും എന്നുള്ള അർത്ഥത്തില. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, ബസ് വന്നു എന്ന് പറയാം അല്ലെ. ബസ് ആഗി, ബസ് ആഗി. ഓക്കെ, ജൽദി ജാവോ, ബസ് ആഗി, വേഗം പോകൂ, ബസ് വന്നു. മനസ്സിലായോ? ഇനി നടന്നോ സൈക്കിളിനോ പോകുന്ന മക്കളാണെങ്കിൽ അവരോട് നമ്മൾ എന്താ പറയാ, സൂക്ഷിച്ചു പോകണം അല്ലെ. ധ്യാൻസെ ജാനാ ഹെ, ധ്യാൻസെ ജാനാ ഹെ, സൂക്ഷിച്ച് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ് കേട്ടോ. പയ്യെ പോകണം എന്നാണെങ്കിൽ ധീരെ ജാനാ ഹെ, ധീരെ കേട്ടോ, പതുക്കെ. ഇനി നമ്മളാണ് കൊണ്ടുപോകുന്നത്, വേഗം നടക്കൂ, ജൽദി ചലോ. ഈ കുട്ടി 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 സെന്റൻസ് ആയതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയാം, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ജൽദി ചലോ. അങ്ങനെ ഇത്രേ ഉള്ളൂ കുഞ്ഞുമക്കളോട് പറയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ. ഓക്കെ, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓഫീസിലേക്ക് പോകുന്ന വഴി നമുക്കിപ്പോ നമ്മൾ ആരെങ്കിലും പരിചയക്കാരെ കണ്ടു, അപ്പൊ പറയാണ്, ചിലപ്പോ ലിഫ്റ്റ് എടുത്ത് പോവാനായിരിക്കാം, ഞാനും കൂടെ വരുന്നു എന്ന് പറയില്ലേ. ഞാനും കൂടെ വരുന്നു എങ്ങനെയാണ്, മേ ബി ആരാവും, മേ ബി ആരാവും, ആരഹാഹും അല്ലെങ്കിൽ ആരെയും, ആരഹിഹും. മനസ്സിലാവുന്നുണ്ടോ? ഞാനും കൂടെ വരുന്നു, മേ ബി ആരാവും. അപ്പൊ ആ വ്യക്തി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാട്ടോ. എന്താ നോക്കാം. ഇന്നെന്താ നീ നേരത്തെ പോകുന്നേ ചോദിക്കുകയാണ്. ഇന്നെന്താ നീ പതിവില്ലാതെ കാണുമ്പോ ചോദിക്കുക, നേരത്തെ പോകുന്നത് എങ്ങനെയാണ്, ആജ് അബ് ക്യൂം ജൽദി ജാരേ. ജൽദി ജാന എന്ന് പറഞ്ഞാൽ നേരത്തെ പോവുക അല്ലെ, പോയിക്കൊണ്ടിരിക്കുകയാണ്, ജാ രഹാ ഹേ അല്ലെ. അപ്പൊ ജൽദി ജാരേ, അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കൂടി വന്നു, ക്യൂ, എന്തിന്. ആജ് ആപ് ക്യൂ ജൽദി ജാരേ, നീ എന്തിനാണ് ഇന്ന് നേരത്തെ പോകുന്നത്. അപ്പൊ ആള് പറയണേ, എനിക്ക് അവനെ കാണണം, ഏതൊരു ഒരു വ്യക്തിനെ, ഒരു ഫ്രണ്ടിനെ. ഓക്കെ, ആജ് മുझे ഉൻസെ മിൽനാ ഹെ, ആജ് മുझे ഉൻസെ മിൽനാ ഹെ. ഓക്കെ, അപ്പൊ ആള് ചോദിക്കുക നമ്മളോട് എന്തെന്ന്, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, ആപ്കാ കാം കൈസാ ചൽ രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജോലി, കാം എന്ന് പറഞ്ഞാൽ ജോലി. ഇനി ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജോബുകളാണെങ്കിൽ നൗക്കറി എന്നാട്ടോ പറയാ. സർക്കാർ ജോലിനെയൊക്കെ നൗക്കറി എന്നാ പറയാ കേട്ടോ. ഓക്കെ, അതല്ല നോർമൽ ജോലികളിനൊക്കെ നമ്മൾ കാം എന്ന് പറയും. ഓക്കെ, ആപ്കാ കാം കൈസാ ചൽ രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു എന്നുള്ളതാട്ടോ. ഇനി നിനക്ക് സുഖമാണോ എന്നാണ് ചോദിക്കണമെങ്കിൽ എന്താണ്, ആപ് കൈസേ ഹോ, ആപ് കൈസേ ഹോ എന്ന് ചോദിക്കും കേട്ടോ. അതാണല്ലോ ആദ്യം ചോദിക്കുക അല്ലെ. സോറി, അതിനു മുമ്പേ ഞാൻ മറ്റു വിശേഷങ്ങളാ പറഞ്ഞേ. ആപ് കൈസേ ഹോ എന്ന് ചോദിച്ചാൽ മേ ടീക്കു, ഞാൻ സുഖമായിട്ടിരിക്കുന്നു അല്ലെ, മേ ടീക്കു. ഓക്കെ, ഇപ്പൊ എന്താ ചോദിച്ചേ, ആപ്കാ കാം കൈസാ ചൽ രേ, നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു. അപ്പൊ ആള് പറയാണ്, നന്നായിട്ട് നടക്കുന്നു എന്നാണെങ്കിൽ അച്ഛാ ചൽ രേ അല്ലെങ്കിൽ ബഡിയാ ചൽ രേ, നന്നായിട്ട് നടക്കുന്നു എന്നാണ് കേട്ടോ. അതല്ലെങ്കിൽ ചിലര് പറയല്ലേ, അവിടെ അത്ര ശരിയല്ല, വേറെ ജോലി നോക്കണം, അങ്ങനെയാ പറയാ. വഹാ ടീക് നെയ്യേ, വഹാ ടീക് നെയ്യേ, അവിടെ ശരിയല്ല എന്നുള്ള അർത്ഥത്തിലാട്ടോ. ദൂസര കാം ദേഖ്നാ ഹെ, വേറെ ജോലി നോക്കണം. മനസ്സിലായോ? അതല്ലെങ്കിൽ ദൂസരി നോക്കറി കേട്ടോ, ജോലി ഏത് ടൈപ്പാണോ അത് ഡൂണ്ട്നാ ഹെ എന്നും പറയാം, ദേഖ്നാ ഹെ എന്നും പറയാം, ഡൂണ്ട്നാ ഹെ. ഡൂണ്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക എന്നുള്ള അർത്ഥത്തിലാണ് ഡൂണ്ട്ന. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും വസ്തുക്കൾ കാണാതായി നമ്മൾ ഇങ്ങനെ പറയാ, എന്താ, ഓ ഡൂണ്ടോ, തിരയൂ, ഓ സൗണ്ട്, തിരയൂ എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പൊ ഡൂണ്ടിന. ഇനി ഡൂണ്ടിനയ്ക്ക് പകരം വേറൊരു വാക്ക് കൂടി ഉണ്ട്, കോച്ചിന. കോച്ചിന എന്ന് പറയുന്നതും തിരയുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഇപ്പൊ നിധി തിരയാന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു തിരച്ചിലിനെയാണ് കോച്ചിന എന്നുള്ള വാക്ക് കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, ഖസാന കോച്ചോ, ഖസാന എന്ന് പറഞ്ഞാൽ നിധി. ഓക്കെ, നിധി തിരയൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കോച്ചിനകൾക്കാണ് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലും കോച്ചിന യൂസ് ചെയ്യാം.
ഓക്കെ, അതല്ല ഇപ്പൊ പേന കാണാതായി, ബുക്ക് കാണാതായി, ഫയല് കാണാതായി, ഇതിനൊക്കെ നമുക്ക് ഡൂണ്ടിനാന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഓഫീസിൽ പറയും അല്ലെ, ആ ഫയൽ ഇങ്ങ് എടുത്തിട്ട് വരൂ, ആ ഫയൽ എടുത്തിട്ട് വരൂ. അപ്പൊ ഈ എടുത്തിട്ട് വരൂ എന്നുള്ള വാക്കിന് നമ്മൾ പറയുന്നത് എന്താണ്? ലേക്ക് ആന അല്ലെ. അപ്പൊ വരൂ എന്ന് പറയാൻ ഒരു ഓർഡർ ആണ്, ഓ സൗണ്ട് ആണ് അല്ലെ. ലേക്ക് ആവോ, ഓ ഫയൽ ലേക്ക് ആവോ. മനസ്സിലാവുന്നുണ്ടോ? ഇനി എടുത്തിട്ട് പോകും എന്ന് പറയണെങ്കിൽ ലേക്ക് ജാവോ. മനസ്സിലായോ? ഈ ഒരു വാക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നതാ. ഇപ്പൊ മക്കള് പറയാണ് പാപ്പ ആജ് ചോക്ലേറ്റ് ലേക്ക് ആനാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇന്ന് ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുവരണം, ലേക്ക് ആനാ ഹെ. മനസ്സിലാവുന്നുണ്ടോ? ലേക്ക്, ലേക്കർ ഇത് രണ്ടും യൂസ് ചെയ്യാം. ഇത് നമ്മൾ സ്പീഡിൽ പറയുമ്പോ ലേക്ക് ആന എന്നുള്ള അർത്ഥത്തിലാ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ലേക്ക് ആവോ, ലേക്ക് ജാവോ എന്നുള്ള യൂസ് മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും കേൾക്കാവുന്നതാണ്, എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. മനസ്സിൽ വെച്ചോളൂ, ലേക്ക് ആന. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഓഫീസിലേക്ക് കയറുകയാണ്. നമ്മൾ ചോദിക്കും അല്ലെ, സർ ആയാ ക്യാ, സർ വന്നോ. എങ്ങനെ ചോദിക്കുക? സർ ആയാ ഹെ ക്യാ, വന്നോ എന്നുള്ള. അല്ലെങ്കിൽ എല്ലാവരും വന്നോ, സബ് ആയേ ഹെ ക്യാ, സബ് ആയേ. മനസ്സിലായോ? സബ് ആയേ ഹെ ക്യാ, എല്ലാവരും വന്നോ. ഇനി സാറ് പറയാണ് 10 മിനിറ്റ് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരെയും വിളിക്കും. പറയില്ലയോ? 10 മിനിറ്റിന് ശേഷം ഒരു മീറ്റിംഗ് കൊണ്ട് എല്ലാവരെയും വിളിക്കും. എങ്ങനെയാ പറയാ? 10 മിനിറ്റ് കെ ബാദ്. 10 മിനിറ്റ് കെ ബാദ് അറിയാം അല്ലെ. ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. ഏക് മീറ്റിംഗ് അല്ലെങ്കിൽ മുലാഖാത്ത് ഹെ എന്ന് പറയാം കേട്ടോ. മുലാഖാത്ത് എന്ന് പറയുന്നത് മീറ്റിംഗ് അല്ലെങ്കിൽ കണ്ടുമുട്ടൽ എന്നുള്ള വാക്കിനൊക്കെ വരും. ഒത്തിരി സിറ്റുവേഷൻസിൽ വരുന്ന ഒരു വേർഡ് ആണ്. നിങ്ങളത് മനസ്സിൽ വെക്കുക. പല സിറ്റുവേഷൻസിലായിട്ട് നമുക്കത് സെന്റൻസ് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് കെ ബാദ് ഏക് മീറ്റിംഗ് ഹെ, സബ്കോ ബുലാവോ, എല്ലാവരെയും വിളിക്കൂ, സബ്കോ ബുലാവോ. ഇനിയിപ്പോ സാറ് നമ്മളോട് മീറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. സാധാരണ ഓഫീസിലേക്കാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയും അല്ലെ. എന്താണ്? നാളെ മുതൽ ആരും ലേറ്റ് ആയിട്ട് വരരുത്, അല്ലെങ്കിൽ ലേറ്റ് ആവരുത്. ഒരു സ്ട്രിക്റ്റ് ഓർഡർ തരാറുണ്ട് അല്ലെ. എങ്ങനെയാ പറയാ? നാളെ മുതൽ ആരും ലേറ്റ് ആവരുത്. എങ്ങനെയാ? കൽസേ കൊയ് ബി അല്ലെങ്കിൽ കൊയ് ലേറ്റ് മത് ഹോന. കൽസേ കൊയ് ലേറ്റ് മത് ഹോന, നാളെ മുതൽ ആരും ലേറ്റ് ആവരുത്. ഇനി ഒരു കാര്യം കൂടി, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എത്തിച്ചേരണം ഞാൻ വരുന്നതിന് മുമ്പ്. മേരെ അനേസെ പെഹലെ. ഇനി ഞാൻ എത്തിച്ചേരുന്നതിന് മുമ്പാണെങ്കിൽ മേരെ പഹുഞ്ചിനെ സെ പെഹലെ. കേട്ടോ, പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, ആന എന്ന് പറഞ്ഞാൽ വരിക. അപ്പൊ എന്താണോ അവിടെ യൂസ് ചെയ്യേണ്ട വേർഡ് അത് യൂസ് ചെയ്യാം. ഞാൻ എത്തിച്ചേരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എന്നുള്ളതാണെങ്കിൽ മേരെ പഹുഞ്ചിനെ സെ പെഹലെ. അല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് എന്നാണെങ്കിൽ മേരെ ആനെ സെ പെഹലെ. മനസ്സിലാവുന്നുണ്ടോ? സബിക്കോ പഹുഞ്ചന ഹോഗ. സബിക്കോ എന്ന് വെച്ചാൽ എല്ലാവർക്കും എത്തേണ്ടതുണ്ട്. പഹുഞ്ചന ഹോഗ. മനസ്സിലാവുന്നുണ്ടോ? മേരെ പഹുഞ്ചനെ സെ പെഹലെ സബിക്കോ പഹുഞ്ചന ഹോഗ. ഓക്കെ ഓക്കെ, എങ്ങനെ ചോദിക്കുക? ടീക്കേ ടീക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓക്കെ, മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയല്ലേ. എന്താണ്? രക്ഷപ്പെട്ടു. എങ്ങനെയാ പറയാ? നമ്മൾ രക്ഷപ്പെട്ടു. ഹം ബച്ച് ഗയേ. ബച്ച് ഗയേ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല ആ സമയത്തെങ്കിൽ കേട്ടോ. ഓക്കെ, ബച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നാണ് കേട്ടോ. ഓക്കെ, ഹം ബച്ച് ഗയേ, ഹം ബച്ച് ഗയേ, നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ നമ്മൾ പല സിറ്റുവേഷൻസിൽ ഇത് പറയും കേട്ടോ. രക്ഷപ്പെട്ടു എന്ന് നമുക്ക് എവിടെയൊക്കെ പറയണോ ബച്ച് ഗയ എന്നാ പറയാം. ഇപ്പൊ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു, എങ്ങനെയായാലും നമ്മളിപ്പോ ഒരു കുഴിയിൽ വീഴാൻ പോയി രക്ഷപ്പെട്ടു, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വായിൽ വരുന്നതാണ് ബച്ച് ഗയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓഫീസ് സിറ്റുവേഷൻ അങ്ങോട്ട് വിടാം. നമ്മൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോ വൈഫ് ഇങ്ങനെ പറയാണ്, ഈ മമ്മി ആരെങ്കിലും ഇങ്ങനെ പറയാണ്, ഇന്ന് നേരത്തെ വരണം, ആജ് ജൽദി ആനാ ഹെ. അറിയാം അല്ലെ. ആജ് നമ്മൾ ആദ്യം തുടങ്ങിയത് എന്താണ്? ജൽദി ജാനാ ഹെ, പോകണം. ഇപ്പൊ എന്താണ്? ജൽദി ആനാ ഹെ, വരണം. ആ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ആജ് ജൽദി ആനാ ഹെ. പിന്നെന്താ പറയാ? ഇന്ന് വരുമ്പോ വെജിറ്റബിൾ വാങ്ങി കൊണ്ടുവരണം. എങ്ങനെ പറയാ? ഇന്ന് വരുമ്പോ വെജിറ്റബിൾ വാങ്ങി കൊണ്ടുവരണം. വെജിറ്റബിളോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ മുട്ടയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, വെജിറ്റബിളിനെ പറയുന്നത് സബ്ജി നമുക്കറിയാം അല്ലെ. ആജ് ആത്തേ വക്ത്. ആത്തേ വക്ത് വരുന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിലാ കേട്ടോ. ആത്തേ വക്ത് സബ്ജി ലേക്കർ ആനാ ഹെ, ലേക്ക് ആനാ ഹെ. ഞാൻ പറഞ്ഞില്ല, ഈ ലേക്ക് ആനാ ഹെ എന്നുള്ള വാക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കേട്ടോ. സബ്ജി ലേക്ക് ആനാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ദൂത് ലേക്ക് ആനാ ഹെ. ദൂത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക്, പാല്. ഓക്കെ,
അതുപോലെ തന്നെ ചീനി ലേക്ക് ആനാ ഹെ, ചീനി എന്ന് പറഞ്ഞ പഞ്ചസാര. ഇനി മച്ചിലി ലേക്ക് ആനാ ഹെ, മച്ചിലി എന്ന് പറഞ്ഞ ഫിഷ്. ഓക്കെ, അണ്ട ലേക്ക് ആനാ ഹെ, അണ്ട എന്ന് പറഞ്ഞ എഗ്. അപ്പൊ ഇങ്ങനെ ഏതോ വസ്തുക്കൾ, കുറെ വസ്തുക്കൾ നമ്മൾ പഠിക്കും ഓരോരോ ക്ലാസ്സുകളിലായിട്ട്. അപ്പൊ ലേക്കർ ആനാഹി എന്ന് പറയുന്നത് വാങ്ങിക്കൊണ്ടുവരണം എന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. അപ്പൊ നമ്മൾ നേരം വൈകിപ്പോയി, നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ നേരം വൈകിപ്പോയി. അപ്പൊ എന്താ ചോദ്യം ഉണ്ടാവുക? എന്തെന്ന് നേരം വൈകിയേ അല്ലെ, എന്തെന്ന് ഇത്രയും വൈകിയേ എന്ന് ചോദിക്കും. ആജ് ക്യൂ ഇത്തനി ദേർ ഹോഗി, ആജ് ക്യൂ ഇത്തനി ദേർ ഹോഗി, ഇന്ന് എന്താ ഇത്ര വൈകിയേ? ഇത്രയും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഇത്തന എന്നുള്ള വാക്ക് വന്നത് കേട്ടോ. ഇവിടെ സ്ത്രീലിംഗ രൂപമാണ് ഇത്തിനി. ഓക്കെ, അജ് ദേർ ഹോഗി, അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കേട്ടോ. അജ് ഇത്തിനി ദേർ ക്യൂം ഹോഗി, അജ് ഇത്തിനി ദേർ ക്യൂം ഹോഗി, എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും വൈകിയത് എന്നുള്ള കേട്ടോ. അപ്പൊ ക്യൂം ഇപ്പുറത്തും അപ്പുറത്തൊക്കെ വെക്കാം, അർത്ഥത്തിനൊന്നും ഒരു മാറ്റം വരില്ല കേട്ടോ. ശരി, അപ്പൊ നമ്മൾ പറയാണ്, മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു, അതല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെ പറയും അല്ലെ. ആ വഴി ബ്ലോക്ക് ആയിരുന്നു, വേറെ വഴി കൂടെ വരേണ്ടി വന്നു എന്നൊക്കെ പറയണം അല്ലെ. ഓക്കെ, മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു, എങ്ങനെയാ പറയണേ? ബസാർ മേ ബഹുത് ഭീഡ് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റില് നല്ല തിരക്കായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? ബസാർ മേ ബഹുത് ഭീഡ്, ഭീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക്, ആൾക്കൂട്ടത്തിന്റെ തിരക്ക് കേട്ടോ. ഇനി ആ വഴി ബ്ലോക്ക് ആയിരുന്നു, എങ്ങനെയാണ്? വോ രാസ്ത ബന്ദ് താ, ബന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് എന്നുള്ള അർത്ഥത്തിലാട്ടോ. ബന്ദ് കർണ, ദർവാസ ബന്ദ് കർണ എന്ന് പറഞ്ഞാൽ വാതിൽ അടയ്ക്കുക എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ആ സെയിം ബന്ദ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തു അല്ലെ, ബ്ലോക്കാന്ന് പറയാനായിട്ട്. വോ രാസ്ത ബന്ദ് താ, ദൂസരെ രാസ്തേസെ ആനാപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു, ദൂസരെ രാസ്തേസെ വേറെ വഴി കൂടെ വരേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിലാട്ടോ ആനാപ്പട എന്ന് പറഞ്ഞത്. ഓക്കെ, ശരി. ഇനിയിപ്പോ നമ്മൾ രാവിലെ ഒരു കാര്യം വാങ്ങാൻ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ്? വെജിറ്റബിൾ വാങ്ങാൻ പറഞ്ഞിരുന്നു. വാങ്ങിയോന്ന് ചോദിക്കണ്ടേ? എങ്ങനെയാ ചോദിക്കുക? സബ്ജി ലിയാ ഹെ ക്യാ, വെജിറ്റബിൾ വാങ്ങി എന്ന് പറയാനാണെങ്കിൽ സബ്ജി ലിയാ ഹെ, വാങ്ങി, ലേനയുടെ പാസ്റ്റ് രൂപം ലിയ. ഓക്കെ, അപ്പൊ വാങ്ങിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഒരു ക്യായും കൂടി വെച്ചു, അത്രേ ഉള്ളൂ. വാങ്ങിയുടെ കൂടെ ഒരു ക്യാ, സബ്ജി ലിയാ ഹെ ക്യാ, മനസ്സിലായോ? അപ്പൊ സബ്ജി വാങ്ങിയോ? ലിയാ ഹെ, വാങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. ശരി, അപ്പൊ എന്താ പറയാ? നോർമലി ചായ പിയോ, ചായ കുടിക്കൂ എന്ന് പറയാം അല്ലെ, ചായ പിയോ. ഓക്കെ, ചായ കുടിച്ചു. അപ്പൊ പുള്ളി പറയാണ് എന്തെന്ന്? ഞാൻ ഇന്ന് വളരെ എനിക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറയില്ലേ, വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം അല്ലെങ്കിൽ ഉറങ്ങണം എന്ന് പറയാണ്. എങ്ങനെയാ പറയാ? ഞാൻ ക്ഷീണിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മേമ്പാവും തగ్గയാവും അല്ലെങ്കിൽ തക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ക്ഷീണിച്ചു എന്നുള്ള അർത്ഥത്തിലാട്ടോ. വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. ജൽദി ഖാന കാക്കർ, ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലാട്ടോ. ജൽദി ഖാന കാക്കർ സോയെങ്കെ, ഉറങ്ങാം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ സോജായെങ്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ജൽദി ഖാന കാക്കർ സോയെങ്കെ. ഇനി എന്താ? അപ്പൊ പറയാണ് ഭക്ഷണം എടുത്ത് വെച്ചോളൂ, ഞാൻ കുടിച്ചിട്ട് വരാം, ഞാനിപ്പോ കുടിച്ചിട്ട് വരാം എന്ന് പറയില്ലേ, അതെങ്ങനെയാ? മേ അബി നഹാക്കർ ആത്താഹു, മനസ്സിലാവുന്നുണ്ടോ? മേം അബി നഹാക്കർ. അപ്പൊ നേരത്തെ പറഞ്ഞില്ലയോ ഖാന കാക്കർ, കഴിച്ചിട്ട്. അപ്പൊ ഈ കുടിച്ചിട്ട്, കഴിച്ചിട്ട്, കളിച്ചിട്ട്, മനസ്സിലാവുണ്ടോ? കേൽക്കർ എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട് വരാം. മേം കേൽക്കർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കളിച്ചിട്ട് വരാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കളിച്ചിട്ട്, ചെയ്തിട്ട് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ടൊക്കെ ഈ കർ എന്നുള്ള വാക്കാണ് അവിടെ വെക്കുന്നത് ഓരോ വെർബിന്റെ കൂടെ കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. മേം അബി നഹാക്കർ ആവുക അല്ലെങ്കിൽ ആത്താവും എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിപ്പോ കുളിച്ചിട്ട് വരാം, മനസ്സിലായോ? ഇന്നിപ്പോ പല പല സിറ്റുവേഷൻസും കൂടി മിക്സ് ചെയ്തിട്ട് കുറെ സെന്റൻസുകളാട്ടോ നമ്മൾ പറഞ്ഞത്. കാരണം ഈ സെന്റൻസുകളിലൊക്കെ ഓരോ വെർബിന്റെ പല രൂപങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലയോ ദേദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂ, അതിന്റെ മറ്റൊരെണ്ണം എന്താണ്? ദേനാഹെ, തരണം, ദേദൂങ്ക, തരും. ഇങ്ങനെ പല രീതിയിൽ ഒരു വെർബിനെ മാറ്റി മാറ്റി സംസാരിക്കുമ്പോഴാണ് അതിനർത്ഥം വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് രൂപങ്ങളാണ് നമ്മൾ ഇന്ന് ഒത്തിരി സെന്റൻസുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സിറ്റുവേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ്? പലർക്കും പല സിറ്റുവേഷൻസിലൂടെയാണല്ലോ ആവശ്യം വരുന്നത് ഓരോ സെന്റൻസസും. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഏതാണോ അതെടുത്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.
കുറച്ചു പേർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്താണോ മനസ്സിലായിരിക്കുന്നത് ആ കാര്യം ഇനി തെറ്റിക്കോട്ടെ, എന്നാലും നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ടിപ്പ്. ഒന്നും അറിയാത്തവർക്കൊക്കെ വളരെ വളരെ ഈസി ആയിട്ട് വായിൽ നിന്ന് ഹിന്ദി പുറത്തോട്ട് ചാടാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ് ഇത്. വേറെ ആരോടും പോയി സംസാരിക്കില്ല, നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ആജ് മുझे ജൽദി ജാനാ ഹെ, ആജ് മുझे ജൽദി ജാനാ ഹെ, ഉൻസെ മിൽനാ ഹെ, അവനെ കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ സെൽഫായിട്ട് നമ്മുടെ വായിൽ ഫ്ലുവൻസി ആദ്യം കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോയി സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്താൽ മതി. ഒട്ടും അറിയാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നത് സംസാരിക്കാൻ ട്രൈ ചെയ്യുക. എല്ലാവർക്കും സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്യണം. ഓക്കെ.